പ്രൈസ് ഗോഡ്. യാതൊരു വ്യക്തിക്കോ ശക്തിക്കോ തടുക്കുവാൻ കഴിയാത്ത വിധം മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുന്നത് പോലെ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന യഹോവയുടെ വചനം കർത്താവ് നമ്മുടെ മേൽ അയച്ച് ദൈവം തൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുവാൻ സർവശക്തനാണ്. അതെ, എൻ്റെ ഇഷ്ടങ്ങളൊന്നും സാധിച്ചില്ലല്ലോ, എൻ്റെ ഇഷ്ടങ്ങളൊന്നും നിവൃത്തിയായില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സാധ്യമായില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ഒരു വ്യക്തികളോടും ഇന്ന് പകൽക്കാലം കർത്താവ് അരുളി ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനം നാം പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് തൻ്റെ വചനമയച്ച് തൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുകയും താൻ അയച്ച കാര്യം നിശ്ചയമായി സാധ്യമാക്കുകയും ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരുകയും ചെയ്യും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിൽ അല്പസമയ ചിന്തയ്ക്കാധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 11-ാം വചനം നമുക്ക് വായിക്കാം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കടന്നു വരുന്നത് എന്ന് നാം വായിക്കുമ്പോൾ അതിൻ്റെ തൊട്ടു മുൻപിലുള്ള 10-ാം വചനത്തിൽ മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നതുപോലെ. അതെ, ഭൂമി എത്ര വലിയൊരു ഗോളമാണ്. മാത്രമല്ല, ആ ഭൂമിയെ നനയ്ക്കുവാൻ, അതിനെ ഫലവത്താക്കി അതിനെ വിളയിക്കുവാൻ, വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ ഫലവത്താക്കി വിളയിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നത് മഴയും ഹിമത്തെയുമാണ്. ഒരു മഴത്തുള്ളി, ഒരു ഹിമം, അത് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അത് ആകാശത്തു നിന്ന് പെയ്യുമ്പോൾ അതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. അതെപ്പോഴാണോ വരുന്നതെന്നും എപ്പോഴാണത് നിൽക്കുന്നതെന്നും അതെത്രമാത്രമാണ് പെയ്യുന്നതെന്നും ആർക്കും അളക്കുവാൻ കഴിയത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വരണ്ടുപോയ അനുഭവങ്ങളിലും ഒരു ഫലം കാണുവാൻ കഴിയാതെ നാം ഭാരപ്പോട് ഇരിക്കുന്ന അവസ്ഥകളിലും വിത്തോ വിതയോ ആഹാരമോ ഒന്നും കാണുവാൻ കഴിയാതെ, ആഗ്രഹിക്കുന്ന നന്മകളൊന്നും പ്രാപിക്കുവാൻ കഴിയാതെ നാം ഭാരപ്പെടുമ്പോഴും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ വചനത്തിനായി നാം കാത്തിരിക്കുമെങ്കിൽ ദൈവം അതത് സമയത്ത് തൻ്റെ വചനം നമ്മെ കേൾപ്പിക്കും. നമുക്ക് കർത്താവ് ദർശനങ്ങളെ നൽകും, ദൈവശബ്ദങ്ങളെ കേൾപ്പിക്കും, കർത്താവ് ആലോചന നൽകും. വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കും. ആ വചനം നാം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ, എത്ര വരണ്ട നിലങ്ങളെ പോലത്തെ അനുഭവമായിരുന്നാലും, ഒരു ഫലവും കാണാത്ത അവസ്ഥയായിരുന്നാലും, ഏത് അനുഭവമായിരുന്നാലും അതിനെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സർവശക്തനാണ്. ആയതിനാൽ നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ ഉദ്ദേശങ്ങളെയും കുറിച്ച് ചിന്തിച്ച് അതിനായി പ്രയത്നിക്കുന്നതൊക്കെയും അവസാനിപ്പിച്ചിട്ട് കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ, ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണോ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ, യഹോവയുടെ വചനത്തിനായി നാം കാത്തിരിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യും. ഈ വചനപ്രകാരം കർത്താവ് നമ്മോട് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളെ നിവൃത്തീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, അതെ അങ്ങയുടെ കർത്താവേ സ്തോത്രം. അത്ഭുതകരമായ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന കൃപയ്ക്കായ സ്തോത്രം. വചനമയച്ച് അങ്ങ് വിടുവിച്ച് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.